ക്ലോസറ്റുകളൊന്നും ഇല്ല. കാലും വണ്ടി കൈയും വണ്ടി പറഞ്ഞ ഇങ്ങനെ കുരുങ്ങി കിടക്കണം. നമ്മളെ കൂടെ പറ്റില്ല. അല്ലെങ്കിൽ ബക്കറ്റ് കമത്തിട്ടിരുന്നാണ് ബാത്റൂമിൽ പോകണം. അങ്ങനെ ഓരോ ഭാഗവും ഇല്ല. ഈ ആശുപത്രിയിൽ ഞങ്ങൾ 2 ദിവസം കിടന്ന് ഞങ്ങൾ അങ്ങ് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഈ രോഗിയൊക്കെ പോകാനുള്ള ബാത്റൂം ശരിയില്ല. അങ്ങ് ഐസിയിൽ അവിടെ കുളി മുറിയൊന്നും ഇല്ല. ഈ ടോയ്ലറ്റിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് കുളിക്കേണ്ടത്. ഒരാൾ എന്നോട് പറഞ്ഞു മാമോഗ്രാം മെഷീൻ ചീത്തായി കിടക്കാണ്, കേടായി കിടക്കാണ്. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവിടെ മാമോഗ്രാം തുടങ്ങിയത്. ഡോക്ടറുടെ വെളിപ്പെടുത്തലിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ജനറൽ ഹോസ്പിറ്റലിലും നടക്കുന്ന ഇന്നത്തെ ഈ ഒരു കെടുകാര്യസ്ഥതയെ അത് എങ്ങനെ കാര്യക്ഷമമാക്കാം, അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം. നമസ്കാരം. നമ്മുടെ ജനറൽ ആശുപത്രി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങള് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളെ അകത്തേക്ക് കയറ്റിയില്ല, മീഡിയക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോട്ടയത്ത് നടന്നിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെ ഒരുപക്ഷെ ഇവിടെയും സംഭവിച്ചേക്കാം. അതിനുവേണ്ടിയുള്ളൊരു രക്ഷാ കവചം പോലെയാണ് പോലീസുകാർ ഉൾപ്പെടെ നിൽക്കുന്നത്. സാർ, എന്താണ് ഇങ്ങനെ പോയാലേ നമ്മുടെ ആരോഗ്യ മേഖല തകർന്നടിയില്ലേ? കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒരു പറഞ്ഞതുപോലെ ഒരു വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നയാളാണ്. ഒരു ആരോഗ്യം ഒരു അവകാശം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സൗജന്യ ചികിത്സയും ആശുപത്രികളുടെ വികസനവും ഒക്കെ നമ്മൾ നടത്തിയത്. പക്ഷെ ഇപ്പോ യാതൊരു വിധമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഒരാൾ നിന്ന് പോയ അദ്ദേഹം മാമോഗ്രാം ക്ലോസറ്റുകളൊന്നും ഇല്ല. കാലും വണ്ടി കൈയും വണ്ടി പറഞ്ഞ ഇങ്ങനെ കുരുങ്ങി കിടക്കണം. നമ്മളെ കൂടെ പറ്റില്ല. അല്ലെങ്കിൽ ബക്കറ്റ് കമത്തിട്ടിരുന്നാണ് ബാത്റൂമിൽ പോകണം. അങ്ങനെ ഓരോ ഭാഗവും ഇല്ല. ഈ ആശുപത്രിയിൽ ഞങ്ങൾ 2 ദിവസം കിടന്ന് ഞങ്ങൾ അങ്ങ് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഈ രോഗിയൊക്കെ പോകാനുള്ള ബാത്റൂം ശരിയില്ല. അങ്ങ് ഐസിയിൽ അവിടെ കുളി മുറിയൊന്നും ഇല്ല. ഈ ടോയ്ലറ്റിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് കുളിക്കേണ്ടത്. അത് സാറ് ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു ഫോണിനെ വഴി, ഫോണിൽ എനിക്ക് അറിഞ്ഞൂടാ, ഫോണിൽ പകർത്തി നാട്ടിൽ മൊത്തം പേപ്പറിൽ കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും മതിയല്ല. അപ്പൊ ആശുപത്രിയുടെ സ്ഥിതിയാണ് ഇവര് അമ്മ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരാള് നമ്മുടെ ഈ കോൺഗ്രസിന്റെ ധർണ നടക്കുകയാണ്. ഒരാൾ എന്നോട് ഇപ്പൊ പറഞ്ഞു മാമോഗ്രാം മെഷീൻ ചീത്തായി കിടക്കാണ്, കേടായി കിടക്കാണ്. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവിടെ മാമോഗ്രാം തുടങ്ങിയത്. കാത്ത് ലാബും മാമോഗ്രാമും ഒക്കെ തുടങ്ങിയത്. പക്ഷെ അതൊന്നും കേടായാൽ അതിനെ ശരിയാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും ഒന്നുമില്ല. എല്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, മരുന്നില്ല, പിന്നെ ഈ ഓപ്പറേഷൻ നടത്തുന്നതിലേക്കുള്ള എക്യുപ്മെന്റ് ഇല്ല. എല്ലാം തകർന്നടിഞ്ഞൊരു സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്നും അകത്ത് കടത്തിവിടില്ല. കാരണം അകത്ത് കാട്ടിപ്പിടുത്ത ന്യൂനതകളെല്ലാം കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് അകത്ത് കടത്തിവിടില്ല. പോലീസിനെയും ഡിവൈഎഫ്ഐക്കാരെയൊക്കെ കൊണ്ട് ചെറുത്ത് നിർത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങളെയൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. സാർ, ഞാൻ ഈ നാട്ടുകാരിയല്ല. ഞാൻ ഇവിടെ ഒരിക്കൽ ചികിത്സയ്ക്ക് വന്ന സമയത്ത് ഒരു രോഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു സൈഡിലെ കെട്ടിടം മൊത്തം പൊളിഞ്ഞു കിടക്കണം. എനിക്ക് പേടിയായി. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടുള്ള അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മുടെ തലസ്ഥാനത്തുള്ള ഒരു ജനറൽ ആശുപത്രിയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ ഒരു അവസ്ഥ ഇനി എത്രയും പെട്ടെന്ന് കെടുകാര്യസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നു. 9 മാസമായി കുറച്ച് പൊളിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലേക്ക്, പഴയ കെട്ടിടം ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. അതാണ് ഇവിടെ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി. അവിടെ 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. ആ കെട്ടിയിരിക്കുന്ന അവിടെ മുഴുവൻ അടച്ചിട്ടിരിക്കുക 9 വർഷമായിട്ട്. ഇവർ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടിയ ഇതാണ്. പക്ഷെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ്, ഇവർ പൂട്ടിയിട്ടിരിക്കും. അതാണ് ഇവർക്ക് ആരോഗ്യ മേഖലയോടുള്ള ഇവരുടെ സമീപനം. തികച്ചും പ്രതിഷേധാർഹം. ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ പോലും പല രോഗികളും നമ്മളടുത്ത് വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതല്ലാതെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ന്യായീകരണങ്ങൾ മാത്രമായി പോകുന്നു. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിലെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് പാർട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുടെ ഡോക്ടറുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം ആ വിഷയം വളരെ ഗൗരവമായി തന്നെ സർക്കാർ കാണാതെ ആ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുന്ന, ആ ഡോക്ടറെ പലതരത്തിൽ പീഡിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഡോക്ടറുടെ വെളിപ്പെടുത്തലിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ജനറൽ ഹോസ്പിറ്റലിലും നടക്കുന്ന ഇന്നത്തെ ഈ ഒരു കെടുകാര്യസ്ഥതയെ
അത് എങ്ങനെ കാര്യക്ഷമമാക്കാം, അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യുന്നതിന് പകരം, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തതിന് പകരം ഭീഷണിപ്പെടുത്തുകയാണ്. പ്രക്ഷോഭം നടത്തുന്ന കോൺഗ്രസ്സുകാരെ, MLA-മാരെ, MP-മാരെയും ഒക്കെ വഴിയിൽ തടയും, അതല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സർക്കാർ, അതുപോലെ തന്നെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ DYFIയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അവർ രോഗികൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, അവർ മന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടന്നത്. ഇത് ആരോഗ്യമേഖലയെ സഹായിക്കില്ല എന്നതാണ്. ആരോഗ്യമേഖലയിൽ കുത്തഴിഞ്ഞിരിക്കുന്നു, താളം തെറ്റുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു യൂറോളജിസ്റ്റ് അതിന്റെ HOD ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗൗരവത്തിലെടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അത് ആ വിഷയത്തിൽ ഓപ്പറേഷനുകൾ നീട്ടിവെച്ച് ജനങ്ങളുടെ ജീവൻ പന്താടുന്ന ഒരു സാഹചര്യം, അത് ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുക, പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുക, പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമെന്ന് മന്ത്രിമാരുൾപ്പെടെ പ്രഖ്യാപിക്കുക, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇത് തീർച്ചയായും ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്ന ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ അവസരം കിട്ടിയ ഒരു ഭരണകൂടമാണ് കേരളത്തിൽ അധികാരത്തിൽ. ഈ 10 വർഷം കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുവാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു, അതൊന്നും ചെയ്തില്ല. സാധാരണഗതിയിൽ 5 വർഷമാണ് ഭരണമാറ്റം, അതുകൊണ്ട് സമയം കിട്ടിയില്ലെന്ന് പറയാം. ഇത് തുടർച്ചയായി 10 വർഷം ഒരു ഗവൺമെന്റിനെ, ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ ഇവിടെ ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് നടപടി സ്വീകരിക്കാമായിരുന്നു. അതൊന്നും സ്വീകരിക്കാതെ ഈ ആരോഗ്യ മേഖല ആകെ തകർത്ത് തരിപ്പണമാക്കി. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട രോഗി മകളുമായി വന്ന ബിന്ദു എന്ന് പറയുന്ന അമ്മ മരിച്ചു. ദാരുണമായ അന്ത്യമാണ്. ഇതൊന്നും കണ്ണു തുറന്ന് കാണാതെ ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും അതോടൊപ്പം ഇവിടെ എല്ലാം ശരിയാണ്, എല്ലാം ഭദ്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ പോക്കിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ. ഇത്തരത്തിൽ വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു പരാമർശമുണ്ട്. ഇപ്പൊ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള പരാമർശമാണെങ്കിലും മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ആരോഗ്യ മേഖലയെ തകർക്കുക അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നത്. അത്തരം ന്യായീകരണങ്ങൾ എങ്ങനെയാണ്? അത് CPM എല്ലാ കാലം സ്വീകരിച്ചില്ല. സജി ചെറിയാനെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കുക, അതോടൊപ്പം തന്നെ ഏത് മന്ത്രിക്കെതിരെ ആരോപണം വന്നാലും, ഏത് മന്ത്രിക്കെതിരെ അവരുടെ കഴിവുകേട് പുറത്തു വന്നാലും അവരെ ന്യായീകരിച്ച് സംരക്ഷിക്കുക എന്നുള്ള CPM-ന്റെ ഒരു നടപടിയാണ്, നിലപാടാണ്. അത് വീണ ജോർജിന്റെ കാര്യത്തിലും അവരത് തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് അതിൽ പുതുമയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. വീണ ജോർജ് അല്ല, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണത്. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ വിമർശിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്കെതിരെ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ കഴിവുകേടും കെടുകാര്യസ്ഥതയുമാണ് ആരോഗ്യരംഗം ഈ രീതിയിലാക്കിയത്. അതുകൊണ്ട് അവർ രാജിവെക്കണം, അല്ലെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ ഒരു വിവാദ സമയത്ത് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് കൂടെ പോയിരിക്കുന്ന സാഹചര്യമാണല്ലോ. ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയും കൂടെ ചെയ്തപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ജീവന് വിലപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. ഈ സമയത്ത് തന്നെ അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തി ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ പോയതെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യജീവൻ അത്രയ്ക്ക് വില കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക്, പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സമയത്തല്ലല്ലോ ഈ വിഷയങ്ങൾ ഉണ്ടായത്. ഇന്നലെ ഒന്നും മെനഞ്ഞാന്നും അല്ലല്ലോ ആരോഗ്യ രംഗത്ത് പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ്. അത് മന്ത്രിമാർക്ക് കഴിവില്ലെങ്കിൽ അവരെ മാറ്റി പുതിയ സംവിധാനം ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് തീർച്ചയായും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഈ ഓരോ ആളുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ കാണുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ രോഗികൾ ഓടി വരുന്നത് അവർക്കൊരു പ്രതീക്ഷ കൊണ്ടാണ്. കാരണം അങ്ങനെയെങ്കിലും ഇവിടെയുള്ള ആളുകൾ ഒരു നടപടി എടുക്കുമെന്ന് കരുതി. നമുക്ക് ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ അകത്ത് കയറി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, പല കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊളിയും എന്നുള്ള നിലയിലാണുള്ളത്. അത് ഉപയോഗശൂന്യമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നിരവധി ആളുകളാണ് അതിന്റെ വരാന്തയിലടക്കം ഇരിക്കുന്നത് എന്നുള്ളതാണ്. മര്യാദയ്ക്ക് ഇരിക്കാൻ പോലുമുള്ള ഒരു ഇരിപ്പിടം പോലും തയ്യാറാക്കാതെയാണ് തിരുവനന്തപുരത്ത് ഈ ഒരു ജനറൽ ആശുപത്രി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് പോലും ഒരു ആശ്വാസമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. കെട്ടിടങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ പല ഓടും പൊട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. ടാർപ്പ് വലിച്ചു കെട്ടിയിട്ടാണ് പല കെട്ടിടങ്ങളും ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേ സമയത്ത് ബക്കറ്റ്, മേൽക്കൂരയ്ക്ക് മുകളിൽ ബക്കറ്റ് കമഴ്ത്തി വെച്ച് മഴവെള്ളം തടയാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനകത്ത്
നടക്കുന്നുണ്ട്. കെട്ടിടങ്ങളിൽ പല തൂണുകളും പൊട്ടാനായിട്ടുള്ള അവസ്ഥയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ബിന്ദുവിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതേ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തും നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്ര വിമർശനങ്ങളും ഇത്ര കാര്യങ്ങളും ഒക്കെ ചൂണ്ടി കാണിച്ചിട്ടും ഇവിടുത്തെ ആരോഗ്യ മേഖല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം. ജനങ്ങൾക്ക് ഈ ഒരു ആശുപത്രിയിലേക്ക് വരാനുള്ള ഭയം അത് മാറണമെങ്കിൽ ആരോഗ്യ മേഖലയിലെ മന്ത്രിമാർ തന്നെ മുന്നിട്ടിറങ്ങണം.